ശ്രീ വിനു ജോബ് കുഴിമണ്ണിൽ 4 മിനിറ്റ്. സർ, 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവതരിപ്പിച്ച ഈ പരിഷ്കൃത ബജറ്റ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാർഷിക മേഖല, സമുദ്ര സമ്പദ് വ്യവസ്ഥ, IT സെക്ടർ, ടൂറിസം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകുന്നതാണ്. കാർഷിക മേഖലയ്ക്ക് 1534.98 കോടി രൂപ നീക്കിവെച്ചതും റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയെ വർദ്ധിപ്പിച്ചതും ഏറെ ആശ്വാസമാണ്. എന്നാൽ നെൽകർഷകരുടെ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം ഇനിയും ആവശ്യമുണ്ട്. സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനായി ആശാവർക്കർമാരുടെ ഓണറേറിയത്തിന് 329.2 കോടി രൂപ അനുവദിച്ചതും അങ്കണവാടി ജീവനക്കാരുടെ ഓണറേറിയത്തിന് 995 കോടി രൂപ അനുവദിച്ചതും ഈ സർക്കാർ ജനസംഖ്യയുടെ 18.70% വരുന്ന വയോജന ജനങ്ങൾക്കായി ബജറ്റ് എസ്റ്റിമേറ്റിൻ്റെ 20% നീക്കിവച്ചിരിക്കുന്നതും എത്രയോ മനുഷ്യത്വം തുളുമ്പുന്ന പദ്ധതിയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജമാക്കുവാനും വിദ്യാഭ്യാസവും തൊഴിലവസരവും കൂടുതൽ യോജിപ്പിക്കുന്ന ഗ്ലോബൽ വാച്ച് ടവറിനായി 2 കോടി രൂപ വകയിരുത്തിയതും ശ്രദ്ധേയമാണ്. സർ, ഗതാഗത മേഖലയ്ക്കായി നീക്കിവെച്ച 1578 കോടി രൂപയിൽ എൻ്റെ മണ്ഡലമായ ചങ്ങനാശ്ശേരിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ ബജറ്റിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പടിഞ്ഞാറൻ ബൈപ്പാസിന് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പദ്ധതി അടങ്കലിൽ ഉണ്ടായ കുറവ് പരിഹരിക്കുവാൻ പട്ടികജാതി മേഖലയ്ക്ക് 527 കോടി രൂപയും പട്ടികവർഗ മേഖലയ്ക്ക് 152 കോടി രൂപയും പ്രത്യേക പദ്ധതിയായി വകയിരുത്തിയത് ഈ സർക്കാരിൻ്റെ സാമൂഹ്യനീതി ഉറപ്പാക്കൽ നയത്തിന് തെളിവാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന ആൻറ്റി ഡ്രഗ് പ്രൊജക്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് എത്രയോ ആശ്വാസമായിരിക്കുന്നു. മക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന പ്രതീക്ഷ അവർക്ക് നൽകി. അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന വ്യോമയാന ലോജിസ്റ്റിക് ഹബ്ബായി വികസിപ്പിച്ചുകൊണ്ടുള്ള ഏവിയേഷൻ ഹബ്ബിന് 200 കോടി വകയിരുത്തിയപ്പോൾ കേരളം എത്രത്തോളം ഉയരത്തി പറക്കുന്നു എന്ന് ലോകം കാണുകയാണ്. സർ, കേരളത്തിൻ്റെ വികസന സാധ്യത ടൂറിസത്തിനും വ്യവസായത്തിനുമായി കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസി നിക്ഷേപം. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും ജോലി ചെയ്ത് മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുത്തിയെങ്കിലും കേരളത്തിൻ്റെ വികസനത്തിന് ഇവർ നിക്ഷേപകരായും സംരംഭകരാകുവാനും മാറണം. അതിനായി 140 നിയോജക മണ്ഡലത്തിലും പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റ് സൊസൈറ്റി തുടങ്ങി എല്ലാ മണ്ഡലത്തിലും ഓരോ ഇൻഡസ്ട്രി ഓർ IT പാർക്ക് തുടങ്ങുകയും ചെയ്യണം. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ എൻ്റർപ്രന്യൂറാകുന്ന ഉയർന്ന ലക്ഷ്യവുമായി നിരവധി ഉദ്യോഗസ്ഥരുമായി മാറുന്ന കേരളം നമ്മുടെ സ്വപ്ന പദ്ധതിയാക്കണം. സാർ, ഇതുപോലെ ഒരു പ്രതീക്ഷയുടെ ചിറകുവിടുന്ന ബജറ്റ് ഇന്ന് വരെ കേരളം തൊട്ടറിഞ്ഞിട്ടില്ല. സഭയിലെ പ്രതിപക്ഷത്തെ നമുക്കറിയാവുന്നതല്ലേ, അവരിങ്ങനെ തന്നെ തുടരും. പക്ഷേ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഉയരുന്ന കേരളം. ലോകരാജ്യങ്ങൾ ഇനി കേരളത്തെ കേൾക്കും. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തുണ്ടായ മാറ്റങ്ങൾ അവർ ചർച്ച ചെയ്യപ്പെടും. സമ്പൂർണവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യമിടുന്ന ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ അതിലെ ഓരോ വകുപ്പും കൃത്യമായ സമയപരിധിക്കുള്ളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ നാം ഒരുമിച്ച് നിൽക്കണം. നവയുഗ കേരള നിർമ്മിതിക്കായുള്ള ഈ ധനകാര്യ അഭ്യർത്ഥനയെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു.